ഇക്കിഗായി, ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ്. 100 വർഷം കഴിഞ്ഞും ജീവിക്കണമെന്ന് നിങ്ങൾക്കാഗ്രഹമുണ്ടോ? അതും നല്ല ആരോഗ്യവാനായി. പ്രായത്തിന്റെ അവശതകളൊന്നുമില്ലാതെ ആരോഗ്യവാനായി ജീവിതം നയിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്, അല്ലേ? എങ്കിൽ അതിനൊരു വഴിയുണ്ട്. അതാണ് ഇക്കിഗായി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വാക്കിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതൊരു വാക്ക് എന്നതിനപ്പുറം ഒരു ജീവിത രീതിയാണ്. ദൈർഘ്യമേറിയതും സമാധാനമേറിയതുമായ ജീവിതം നയിക്കുന്നതിനുള്ള ഇക്കിഗായി വിദ്യ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്നു നമുക്ക് നോക്കാം. 1. വാട്ട് ഈസ് ദ മീനിംഗ് ഓഫ് ലൈഫ്? നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം. ജപ്പാനിൽ ജീവിച്ചിരുന്ന 4 മക്കളുടെ അമ്മയും അധ്യാപികയുമായൊരു സ്ത്രീയുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ആ സ്ത്രീ കോമയിലേക്ക് വഴുതി വീണു. ഡോക്ടർമാരെല്ലാം ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഈ സമയം വളരെ വിചിത്രമായൊരനുഭവം അവൾക്കവളുടെ അബോധാവസ്ഥയിലുണ്ടായി. അവൾ പൂർണ്ണമായും വെള്ള നിറത്തിലുള്ള ഒരു ശാന്തമായ സ്ഥലത്തെത്തി. ചുറ്റും നിശബ്ദം. ആരെയും കാണാനില്ല. ദൂരെ എന്താണെന്ന് വ്യക്തവുമല്ല. പെട്ടെന്നവളൊരു കനത്ത ശബ്ദം കേട്ടു. നീ ആരാണ് എന്ന കനപ്പിച്ച ചോദ്യമായിരുന്നു അത്. അല്പം പേടിച്ചെങ്കിലും ഞാൻ 4 കുട്ടികളുടെ അമ്മയാണെന്ന് അവൾ മറുപടി നൽകി. ശബ്ദം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. നീ ആരുടെ അമ്മയാണെന്നല്ല ഞാൻ ചോദിച്ചത്, നീ ആരാണ്? ഇങ്ങനെയായിരുന്നു ഇത്തവണത്തെ ചോദ്യം. ഞാനൊരു സ്കൂൾ അധ്യാപികയാണ്, അവൾ മറുപടി നൽകി. ശബ്ദം വീണ്ടും പറഞ്ഞു, അത് നിന്റെ ജോലിയാണ്, പക്ഷേ നീ ആരാണ്? അവൾ തെല്ലൊന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു ജാപ്പനീസ് സ്ത്രീയാണ്, ഒരു ബുദ്ധമത വിശ്വാസിയാണ്. ശബ്ദം മറുപടി നൽകി, അത് നിന്റെ സംസ്കാരവും മതവുമാണ്, പക്ഷേ നീ ആരാണ്? അവൾ നിശബ്ദമായി. ആ നിമിഷം അവൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. തന്റെ ജീവിതകാലം മുഴുവൻ താൻ പല വേഷങ്ങൾ കെട്ടുകയായിരുന്നു. എന്നാൽ അതിനപ്പുറം താൻ ആരാണെന്ന് അവൾ ചിന്തിച്ചിരുന്നില്ല. ശബ്ദം സൗമ്യമായി പറഞ്ഞു, നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ നിനക്ക് മടങ്ങിപ്പോകാം. അവൾ പെട്ടെന്ന് വിറച്ചുകൊണ്ട് കോമയിൽ നിന്നും വേർപെട്ടു. അതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. ആ ദിവസം മുതൽ അവൾ അവളുടെ ജീവിതത്തെ മറ്റൊരു വീക്ഷണകോണിലൂടെ നോക്കിക്കാണാൻ തുടങ്ങി. തന്റെ ജീവിതത്തിനൊരു കാരണം കണ്ടെത്താനായിരുന്നു അവളുടെ ശ്രമം. വെറുമൊരു ജോലിയോ പദവിയോ അല്ല, മറിച്ച് ജീവിക്കാനൊരു കാരണം. അതിനെയാണ് ജാപ്പനീസ് ഭാഷയിൽ ഇക്കിഗായി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നിലനിൽക്കാനുള്ള കാരണമാണ് ഇക്കിഗായി. ലളിതമാക്കി പറഞ്ഞാൽ, എല്ലാ പ്രഭാതത്തിലും ഉണരാനുള്ള കാരണമാണതെന്ന് പറയാം. അതിനടിസ്ഥാനം പണമോ ഫേമസ് ആവുന്നതോ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലെ സക്സസോ അല്ല. ഇത് നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ കുടിയിരിക്കുന്ന യഥാർത്ഥ നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. പലരും അതിനെ കെയർ ചെയ്യുന്നുപോലുമില്ലെന്നാണ് യാഥാർത്ഥ്യം. അതിനെ നമുക്കെങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനുള്ള പ്രധാന ചോദ്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് പെട്ടെന്നുത്തരം കിട്ടുന്ന ചോദ്യങ്ങളല്ല. അതിനായി നിങ്ങൾ ഏകാഗ്രതയോടെ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. 1. വാട്ട് ഡു യു ലവ്? ഇതാണ് ഒന്നാമത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ ജീവിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ഊർജം നൽകുന്ന എന്തെങ്കിലുമാകാമത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പാചകം ചെയ്യുന്നത് ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ കഥ എഴുതുന്നത് ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നതോ ആർട്ട് വർക്കുകളിൽ ഏർപ്പെടുന്നതോ ആവാം. ഇത് പണമുണ്ടാക്കുന്നതിനെക്കുറിച്ചല്ല. ഇത് നിങ്ങളെ സന്തോഷവാനാക്കുന്ന പ്രവൃത്തി എന്താണോ അതിനെക്കുറിച്ചാണ്. ഇതാണ് ഏറ്റവും പ്രധാന ചോദ്യം. 2. വാട്ട് ആർ യു ഗുഡ് അറ്റ്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. നമുക്കെല്ലാവർക്കും സ്വാഭാവികമായൊരു കഴിവുണ്ടാകും. ചിലർ നല്ല കേൾവിക്കാരനായിരിക്കും. ചിലർക്ക് മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കാൻ കഴിയും. ചിലർ മറ്റാരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ആളുകളിൽ ശ്രദ്ധിക്കും. ഈ ലോകം കാണുന്നൊരു കഴിവായിരിക്കില്ല അത്. എന്നാൽ നിങ്ങളിലത് എപ്പോഴും നിലനിൽക്കുന്നു. ആളുകൾ പലപ്പോഴും എന്നോട് നന്ദി പറയുന്നതെന്തിനാണ്? ഒരുപാട് എഫേർട്ട് ഇടുന്നില്ലെങ്കിൽ പോലും എനിക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യമെന്താണ്? ഇത് സ്വയം ചോദിക്കേണ്ടുന്ന രണ്ടാമത്തെ ചോദ്യമാണ്. 3. വാട്ട് ഡസ് ദ പ്ലാനറ്റ് നീഡ്? ഈ ചോദ്യം നിങ്ങൾ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല. ഇത് നിങ്ങൾക്കെങ്ങനെ ഒരാളെ സഹായിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ്. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനിപ്പോൾ സംസാരിക്കാൻ ഒരാളെ ആവശ്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ അയൽക്കാരന് നിങ്ങളുടെ സഹായം ആവശ്യമുള്ള സമയമായിരിക്കാം. മറ്റു ചിലപ്പോൾ ഈ ലോകത്തിന് നിങ്ങളുടെ ശബ്ദം, ചിന്ത ആവശ്യമായിരിക്കാം. ഇക്കിഗായി എന്നതിന് സെൽഫിഷ് മുഖമില്ല. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം, നിങ്ങൾക്കുള്ള കഴിവ് എങ്ങനെ മറ്റുള്ളവർക്കുകൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. ഈ ലോകത്തെ കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നതിൽ ഇത് ഫോക്കസ് ചെയ്യുന്നു.
4. വാട്ട് ക്യാൻ യു ബി പെയ്ഡ് ഫോർ? നമുക്കെല്ലാവർക്കും ഈ ലോകത്ത് അതിജീവിക്കേണ്ടതുണ്ട്. എന്നാൽ ഇക്കിഗായ് ചോദിക്കുന്നു, നിങ്ങളുടെ ലക്ഷ്യത്തിന് നിങ്ങളുടെ ജീവിതത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്നുണ്ടോ എന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ് ഇഷ്ടമായിരിക്കും, അത് നന്നായി ചെയ്യാനും അറിയാമായിരിക്കും. എന്നാൽ നിങ്ങളത് സംബന്ധിച്ച ജോലി ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായി കുക്ക് ചെയ്യാൻ അറിയാമായിരിക്കും, എന്നാൽ ഒരു ചെറിയ ബേക്കറി തുടങ്ങുന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനർത്ഥം ഇഷ്ടമുള്ള കാര്യം ചെയ്യുകയും അത് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് സ്ഥിരതയുള്ളൊരു ജീവിതം നൽകുന്നുണ്ടോ? അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഇഷ്ടമുള്ള കാര്യം ചെയ്യുകയും അതിലൂടെ പണം സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നതാണ് ഇതുയർത്തുന്ന ആശയം. 3. ഹൗ ടു ഫൈൻഡ് യുവർ ഓൺ ഇക്കിഗായ്. ഒരിടത്ത് റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുന്ന ഐഷ എന്നു പേരായ 28 വയസ്സുകാരിയുണ്ടായിരുന്നു. ആ ജോലിയോട് നീരസമുള്ളയാളായിരുന്നു ഐഷ. ഒരിക്കൽ ഒരു വിദേശിയെ നഗരം കാണിക്കാനായി ഒരാളെ ആവശ്യമായി വരുന്നു. ആ അവസരം ഐഷയ്ക്കായിരുന്നു ലഭിച്ചിരുന്നത്. ആ സമയം അവൾക്കുള്ളിൽ ആരും അറിയാതെ ഒളിച്ചിരുന്ന ഒരു കഴിവിനെ അവൾ മനസ്സിലാക്കുകയായിരുന്നു. തന്റെ നഗരത്തിന്റെ ചരിത്രവും കഥകളും വളരെ ഹൃദ്യമായായിരുന്നു അവൾ ആ വിദേശിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ അവൾ തന്റെ ജോലിക്ക് ശേഷം ഒഴിവു സമയങ്ങളിൽ വാക്കിംഗ് ടൂർ സംഘടിപ്പിക്കുകയാണ്. തന്റെ ജോലിക്കപ്പുറമുള്ള ഒരു വരുമാനവും മാനസിക സംതൃപ്തിയും കൊണ്ട് സന്തോഷവതിയാണിപ്പോൾ ഐഷ. ഇതായിരുന്നു അവളുടെ ഇക്കിഗായ്. നമ്മുടെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ഇക്കിഗായ് കണ്ടെത്തുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതിനായി ചില കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. റിമെമ്പർ ദ ജോയ്സ് ഓഫ് ചൈൽഡ്ഹുഡ്. ലോകത്തിന്റെ സമ്മർദ്ദങ്ങളോ പണത്തെക്കുറിച്ചുള്ള ചിന്തയോ ഇല്ലാതിരുന്ന കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകിയിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിക്കുക. നിങ്ങൾ വരയ്ക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നോ? അതോ കളിക്കാനോ പാട്ടുപാടാനോ? ആ പഴയ താൽപ്പര്യങ്ങളിൽ നിങ്ങളുടെ ഇക്കിഗായുടെ സൂചനകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ആ പഴയ വികാരം ഇപ്പോഴും നിങ്ങളെ തൊട്ടുണർത്തുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ജീവിതവഴിയിൽ നിരവധി സമ്മർദ്ദങ്ങൾക്കിടയിൽപ്പെട്ട് തന്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ത്യജിച്ചവരാവും മിക്കവരും. പലരും ഇതിനിടയിൽ സ്വന്തം ആഗ്രഹങ്ങളെ മറന്നുപോയിട്ടുപോലുമുണ്ടാകും. അതിനെ വീണ്ടും ഓർത്തെടുക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ കുട്ടി ഇപ്പോഴും ആഗ്രഹിക്കുന്ന ആ ആഗ്രഹത്തെ കണ്ടെത്തുകയാണ് ഇവിടെ വേണ്ടത്. ശേഷം അവനെ അവൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് കൊണ്ടുപോകണം. 2. പേ അറ്റൻഷൻ ടു ദ ഫ്ലോ. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയം പോകുന്നത് നാം അറിയില്ല. മണിക്കൂറുകൾ മിനിറ്റുകൾ പോലെ കടന്നുപോകും. ഇതിനെയാണ് ഫ്ലോ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ പാചകം ചെയ്യുമ്പോഴാണോ, അതോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴാണോ, അതോ എഴുതുമ്പോഴാണോ ഫോൺ പോലും നോക്കാൻ മറന്നുപോകുന്നത്? അത്തരം പ്രവൃത്തികൾ നിങ്ങളുടെ ഇക്കിഗായുമായി അടുത്തു നിൽക്കുന്നവയാണ്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് സമയത്തെപ്പോലും ഭേദിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ചില ജോലികൾ സമയം നോക്കാതെ നമുക്ക് ചെയ്തു തീർക്കാനാവുന്നതിന് കാരണം അതിനോട് നമുക്കൊരു പാഷൻ ഉള്ളതുകൊണ്ട് കൂടിയാണ്. ഇത്തരത്തിൽ ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ മുഴുവനായി അതിൽ മുഴുകിയിരുന്ന് നിങ്ങൾ ചെയ്യാറുള്ള കാര്യം, ജോലി എന്താണെന്ന് ആലോചിക്കുക. നിങ്ങളുടെ ഇക്കിഗായിലേക്കുള്ള വഴി തുറന്നു തരാൻ അത് സഹായിക്കും. 3. ലിസൺ ടു ദ പ്രൈസ് ഓഫ് അതേഴ്സ്. നമുക്ക് നമ്മളെക്കുറിച്ചറിയുന്നതിനേക്കാൾ വ്യക്തമായി നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും. നീ നന്നായി സംസാരിക്കുന്നയാളാണ്, നിന്റെ പാചകം ഗംഭീരമാണ്, അല്ലെങ്കിൽ നീ കാര്യങ്ങൾ നന്നായി പ്ലാൻ ചെയ്യാറുണ്ട് എന്നിങ്ങനെ ആളുകൾ നിങ്ങളെക്കുറിച്ച് പതിവായി പറയാറുള്ള നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലോകത്തിന് നിങ്ങളിൽ നിന്ന് എന്തു വേണം എന്നതിന്റെ ഉത്തരമാണിത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിട്ട നമ്മളിൽ ഒളിഞ്ഞുകിടക്കുന്ന പല കഴിവുകളും മറ്റുള്ളവർ പറഞ്ഞായിരിക്കും പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുക. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അതുപോലുള്ള നിരവധി സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാനാവും. 4. കണ്ടക്ട് എക്സ്പെരിമെന്റ്സ്. ഇക്കിഗായ് കണ്ടെത്തുക എന്നത് വ്യത്യസ്ത വസ്ത്രങ്ങളിട്ട് നോക്കി പാകമാണോ എന്ന് പരിശോധിക്കുന്നത് പോലെയാണ്. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ മടിക്കരുത്. എല്ലാത്തരം വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാനും പുതിയ ഹോബികൾ തുടങ്ങിവെക്കാനും അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാളെ സഹായിക്കാനും ഏതു നേരവും തയ്യാറാവുക. എല്ലാ കൊച്ചു പുതിയ കാര്യങ്ങളും പരീക്ഷിച്ചു നോക്കണം. പരീക്ഷണങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തിനോടാണ് താൽപ്പര്യമെന്ന് തിരിച്ചറിയാൻ കഴിയൂ. 5. സ്റ്റാർട്ട് സ്മോൾ.
ഏറ്റവും അനുയോജ്യമായ സമയത്തിനായി കാത്തിരിക്കരുത്. വെറുതെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഇക്കിഗായ് കണ്ടെത്താൻ കഴിയില്ല. അത് പ്രവൃത്തിയിലൂടെ മാത്രമേ ലഭിക്കൂ. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യത്തിനായി ദിവസവും വെറും 10 മിനിറ്റെങ്കിലും മാറ്റിവെക്കുക. ആ ചെറിയ മാറ്റം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായി മാറും. ഇക്കിഗായ് എന്നത് ഒരു വലിയ ഇടിമിന്നൽ പോലെ പെട്ടെന്ന് വരുന്ന ഒന്നല്ല. അത് നിശബ്ദമായി നാം തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ്. നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നതും നിങ്ങൾക്ക് കഴിവുള്ളതും ലോകത്തിന് ആവശ്യമായതും വരുമാനം നൽകുന്നതുമായ ആ ഒരു കാര്യത്തിലേക്ക് നീങ്ങാൻ ചെറിയ ചുവടുകൾ ഇന്നുതന്നെ വെക്കേണ്ടതുണ്ട്. 4. ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹെൽത്ത്. ജപ്പാനിലെ ഒക്കിനാവ എന്ന കൊച്ചു പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെയും ഡോക്ടർമാരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്നൊരു സ്ഥലമാണത്. കാരണം ലോകത്തേറ്റവും കൂടുതൽ ദീർഘായുസ്സുള്ള മനുഷ്യർ ജീവിക്കുന്നത് ഇവിടെയാണ്. അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും 100 വയസ്സിലധികം യാതൊരുവിധ മാറാരോഗങ്ങളുമില്ലാതെ വളരെ സന്തോഷത്തോടെയും ഊർജ്ജസ്വലതയോടെയുമാണ് ജീവിക്കുന്നത്. ഓരോ ദിവസവും പുത്തൻ ഉന്മേഷത്തോടെ ഉണരാൻ അവരെ പ്രേരിപ്പിക്കുന്ന ആ രഹസ്യമെന്താണ്? അസുഖങ്ങളില്ലാത്ത സന്തോഷകരമായൊരു ദീർഘായുസ് നമുക്കും എങ്ങനെ സ്വന്തമാക്കാം? അവർ പിന്തുടരുന്ന രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 1. ഹാരാ ഹാച്ചിബു അഥവാ ഭക്ഷണരീതി. ഇക്കിഗായ് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യരഹസ്യമാണിത്. ഇത് ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നതിനു പകരം 80% നിറഞ്ഞു എന്ന് തോന്നുമ്പോൾ കഴിക്കുന്നത് നിർത്തണം. വയർ പൂർണ്ണമായും നിറയുമ്പോൾ ദഹനപ്രക്രിയ കഠിനമാവുകയും ശരീരം പെട്ടെന്ന് തളരുകയും ചെയ്യും. 80% മാത്രം കഴിക്കുന്നതുവഴി കോശങ്ങളുടെ ഓക്സിഡേഷൻ കുറയുകയും പ്രായമാകൽ പ്രക്രിയ സാവധാനത്തിലാവുകയും ചെയ്യും. കൂടാതെ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ശരീരഭാരം കൂട്ടാനും അസ്വസ്ഥത കൂട്ടാനും കാരണമാകും. പച്ചക്കറികൾ, മധുരക്കിഴങ്ങ്, മത്സ്യം, ഗ്രീൻ ടീ എന്നിവ ഇവരുടെ ഭക്ഷണത്തിൽ ധാരാളമുണ്ട്. ദിവസവും ചുരുങ്ങിയത് 5 മുതൽ 7 വരെ വ്യത്യസ്ത തരം പച്ചക്കറികൾ ഇവർ കഴിക്കുന്നുണ്ട്. അതുപോലെ സാവധാനത്തിലായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. വാരി വലിച്ചു കഴിക്കരുത്. ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണത്തെ ബഹുമാനിച്ചു വേണം കഴിക്കാൻ. 2. കീപ് മൂവിംഗ്. ഒക്കിനാവയിലെ ആളുകൾ കഠിനമായ ജിം വർക്കൗട്ടുകൾ ചെയ്യുന്നവരല്ല. പകരം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. 90 വയസ്സിലും അവർ സ്വന്തമായി തോട്ടപ്പണി ചെയ്യുകയും നടക്കുകയും ചെയ്യുന്നവരാണ്. മിക്കവാറും എല്ലാ ഒക്കിനാവാക്കാർക്കും സ്വന്തമായി ഒരു ചെറിയ തോട്ടമുണ്ടാകും. ദിവസവും രാവിലെയും വൈകുന്നേരവും അവിടെ പണിയെടുക്കുന്നത് വഴി അവർക്ക് ശരീരത്തിനാവശ്യമായ വ്യായാമവും ശുദ്ധവായുവും ലഭിക്കുന്നു. ജാപ്പനീസ് വീടുകളിൽ കസേരകൾക്ക് പകരം തറയിലിരിക്കുന്ന ശീലമുണ്ട്. ദിവസവും പലതവണ തറയിലിരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നതുവഴി കാലിലെ പേശികൾക്ക് ബലവും ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റിയും ലഭിക്കുന്നു. ഇത് വീഴ്ചകൾ ഒഴിവാക്കാൻ പ്രായമായവരെ സഹായിക്കുന്നു. വലിയ ലക്ഷ്യങ്ങൾക്ക് പകരം ഓരോ ദിവസവും ശരീരം ചലനാത്മകമായി വയ്ക്കുക എന്നതാണ് ഇവർക്ക് പ്രധാനം. 3. മൊവായ് അഥവാ സാമൂഹിക ബന്ധങ്ങൾ. ആരോഗ്യകരമായ മനസ്സിന് നല്ല സൗഹൃദങ്ങൾ അത്യാവശ്യമാണ്. ജീവിതകാലം മുഴുവൻ പരസ്പരം സഹായിക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ് മൊവായ് എന്ന് വിളിക്കുന്നത്. സാമ്പത്തികമായും മാനസികമായും ഇവർ പരസ്പരം താങ്ങായി നിൽക്കുന്നവരാണ്. മറ്റു ഭാഗങ്ങളിൽ പ്രായമായവർ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒക്കിനാവയിലെ ആളുകൾ എപ്പോഴും മറ്റുള്ളവരുമായി ഇടപഴകുന്നു. ഇത് അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒറ്റപ്പെടൽ എന്ന വികാരം ഇല്ലാത്തതാണ് ഇവരുടെ ദീർഘായുസ്സിന്റെ പ്രധാന കാരണം. നെവർ റിട്ടയർ. വിരമിക്കൽ അഥവാ റിട്ടയർമെന്റ് എന്ന വാക്ക് ജാപ്പനീസ് ഭാഷയിലില്ല. ജോലിയിൽ നിന്ന് വിരമിച്ചാലും അവർ തന്റെ ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. 102 വയസ്സുള്ളവർ പോലും ഇപ്പോഴും സംഗീതം പരിശീലിക്കുന്നുണ്ട്. 87 വയസ്സുള്ളവർ വസ്ത്രങ്ങൾ തുന്നുന്നത് ഇപ്പോഴും നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ശരീരം തളരില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. വെറുതെയിരിക്കുന്നത് അകാല മരണത്തിന് കാരണമാകുമെന്ന് ഇക്കിഗായ് പഠിപ്പിക്കുന്നു. മരണം വരെ ജോലി ചെയ്യുക എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് മരണം വരെ എന്തിലെങ്കിലും ഏർപ്പെട്ടിരിക്കുക എന്നതാണ്. 5. ലാഫ് ആൻഡ് ജോയ്. ചിരി ഒരൗഷധമായാണ് ജാപ്പനീസ് ആളുകൾ കാണുന്നത്. ഒക്കിനാവയിലെ പ്രായമായവർ എപ്പോഴും തമാശകൾ പറയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു. ചിരി രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും സ്ട്രെസ് ഹോർമോണുകൾ കുറയ്ക്കുകയും ചെയ്യുന്ന ഒന്നാണ്. കൂടാതെ ലോകത്തിലെ അപൂർണതകളെ അവർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. എല്ലാം തികഞ്ഞവരാകാൻ ശ്രമിക്കാതെ
ഉള്ളതിൽ സംതൃപ്തരായി ജീവിക്കാൻ ഇവർ ശ്രമിക്കുന്നു. വാബി സാബി എന്ന പ്രശസ്തമായ വാചകം ഈ രീതിയുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ പോരായ്മകളെയും അപൂർണതകളെയും സ്നേഹിക്കുക എന്ന ദർശനമാണിത്. പഴയ ഒരു കപ്പ് പൊട്ടിയാൽ അത് നന്നാക്കി വീണ്ടും ഉപയോഗിക്കുന്നതിലെ സൗന്ദര്യം അവർ കാണുന്നു. ഇത് ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളെ കുറയ്ക്കാനും സമാധാനം കണ്ടെത്താനും സഹായിക്കുന്നു. 6. കണക്ഷൻ വിത്ത് നേച്ചർ. നഗരങ്ങളിലെ അലോസരപ്പെടുത്തുന്ന ഒച്ചപ്പാടുകളിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുന്നവരാണ്. നഗരങ്ങളിലെ തിരക്കിൽ നിന്ന് മാറി പ്രകൃതിയോട് ചേർന്നു നിൽക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുന്ന ഒന്നായിരിക്കെ തന്നെ മണ്ണിൽ പണിയെടുക്കുന്നതും മരങ്ങളെയും ആകാശത്തെയും നോക്കി സമയം ചിലവഴിക്കുന്നതും ദീർഘായുസ്സിന്റെ രഹസ്യമാണെന്നവർ വിശ്വസിക്കുന്നു. നന്നായി ഭക്ഷണം കഴിക്കുക, ശരീരം എപ്പോഴും ചലിപ്പിക്കുക, നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക, ജീവിതത്തിന് ഒരു ലക്ഷ്യം കണ്ടെത്തുക. ഇതാണ് ഇക്കിഗായ് നൽകുന്ന ആരോഗ്യപൂർണമായ ജീവിതത്തിന്റെ സന്ദേശം. ജീവിതം വെറുമൊരു ഓട്ടമത്സരമല്ല, മറിച്ച് ഓരോ നിമിഷവും ആസ്വദിക്കാനുള്ളതാണെന്ന് ഇക്കിഗായ് ഓർമ്മിപ്പിക്കുന്നു. 5. 6 സിമ്പിൾ റൂൾസ് ഫോർ എ മീനിംഗ്ഫുൾ ലൈഫ്. ജപ്പാനിലെ ഒക്കിനാവയിലുള്ളവർ വെറുതെയല്ല 100 വയസ്സിലധികം രോഗങ്ങളില്ലാതെ ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തെ നയിക്കുന്ന ചില ലളിതവും എന്നാൽ അതീവ ശക്തവുമായ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ കേവലം പുസ്തകങ്ങളിൽ എഴുതിവെച്ചവയല്ല, മറിച്ച് അവിടെയുള്ള ഓരോ വ്യക്തിയും അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നവയാണ്. നമ്മുടെ ഈ തിരക്കുപിടിച്ച ആധുനിക ജീവിതത്തിനിടയിൽ നമുക്കും പിന്തുടരാൻ കഴിയുന്ന ആ 6 നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ടേക്ക് ഇറ്റ് സ്ലോ. ആധുനിക ലോകം എപ്പോഴും എന്തിനോ ഉള്ള ഓട്ടത്തിലാണ്. എന്നാൽ ഇക്കിഗായ് പഠിപ്പിക്കുന്നത് മനഃപൂർവ്വം വേഗത കുറയ്ക്കാനാണ്. തിരക്കൊഴിവാക്കി ഓരോ കാര്യവും സാവധാനം ചെയ്യാനത് പറയുന്നു. സാവധാനം നടക്കുക, സാവധാനം ശ്വസിക്കുക, സാവധാനം ഭക്ഷണം കഴിക്കുക എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു. നാം വേഗത കുറയ്ക്കുമ്പോൾ ജീവിതത്തിനൊരു ലക്ഷ്യവും വ്യക്തതയും കൈവരുന്നു. ഇത് മനസ്സിൽ വലിയൊരു സമാധാനം നൽകും. 2. സറൗണ്ട് യുവർസെൽഫ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ്. സന്തോഷകരമായ ഒരു ജീവിതത്തിന് നല്ല കൂട്ടുകാർ അത്യന്താപേക്ഷിതമാണ്. നിങ്ങളെ ചിരിപ്പിക്കാനും നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾക്കായി സമയം മാറ്റിവെക്കുക. നല്ല സൗഹൃദങ്ങൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ഒറ്റപ്പെടൽ എന്ന വികാരത്തെ ഇല്ലാതാക്കി ജീവിതത്തിന് കൂടുതൽ പ്രകാശം നൽകുകയും ചെയ്യുന്നു. 3. മൂവ് എവ്രി ഡേ. ആരോഗ്യമെന്നാൽ ജിമ്മിൽ പോയി കഠിനമായ വ്യായാമം ചെയ്യുക എന്നല്ല ഇക്കിഗായ് ഉദ്ദേശിക്കുന്നത്. ശരീരം എപ്പോഴും ചലനാത്മകമായി വയ്ക്കുക എന്നതാണ്. സ്ട്രെച്ചിംഗ്, നടത്തം, വ്യായാമം എന്നിവ ഇതിൽപ്പെടുന്നു. അസുഖങ്ങൾ അകന്നു നിൽക്കാനും മരണം വരെ പരസഹായമില്ലാതെ ജീവിക്കാനും ഇത് സഹായിക്കുന്നു. 4. റീകണക്ട് വിത്ത് നേച്ചർ. മനുഷ്യർ പ്രകൃതിയുടെ ഭാഗമാണ്, അല്ലാതെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ മാത്രം ജീവിക്കേണ്ടവരല്ല. ദിവസവും അല്പനേരം ചെടികൾക്കിടയിലോ മരങ്ങൾക്കിടയിലോ സമയം ചിലവഴിക്കുക, ശുദ്ധവായു ശ്വസിക്കുക. പ്രകൃതിയോടുള്ള ബന്ധം മനസ്സിനെ ശാന്തമാക്കുകയും ആന്തരികമായ ഒരു സുഖം നൽകുകയും ചെയ്യും. 5. ഗിവ് താങ്ക്സ്. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന ചെറിയ കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറയാൻ ശീലിക്കണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, നിങ്ങൾക്ക് ലഭിച്ച ഈ മനോഹരമായ പ്രഭാതത്തിന്, എല്ലാത്തിനും നന്ദി പറയുക. നന്ദിയുള്ള ഒരു മനസ്സ് സങ്കടങ്ങളെ അകറ്റുകയും ജീവിതത്തിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുകയും ചെയ്യുന്നു. 6. ലിവ് ഇൻ ദ മൊമെന്റ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചോ വ്യാകുലപ്പെടാതിരിക്കുക. കഴിഞ്ഞ കാലത്തെ മാറ്റാൻ കഴിയില്ല, ഭാവി നമുക്കറിയില്ല. ആകെയുള്ളത് ഇന്ന് എന്ന ഈ നിമിഷമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇത് നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും അനാവശ്യ ചിന്തകളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ 6 നിയമങ്ങളും പെട്ടെന്നൊരു ദിവസം കൊണ്ട് പാലിച്ചു തീർക്കേണ്ടവയല്ല, മറിച്ച് ഓരോ ദിവസവും ഓരോ ചെറിയ ചുവടുകളായി ഇവ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതവും ഒക്കിനാവയിലെ ജനങ്ങളെപ്പോലെ ഊർജ്ജസ്വലവും അർത്ഥവത്തുമായി മാറും. ജീവിതത്തിൽ നാം പലപ്പോഴും വലിയ വിജയങ്ങൾക്കും പണത്തിനും പിന്നാലെ ഓടാറുണ്ട്. എന്നാൽ യഥാർത്ഥ സന്തോഷമെന്നത് ഓരോ ദിവസവും നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലാണെന്ന് ഇക്കിഗായ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഇക്കിഗായ് മറ്റൊരാളുടേതുപോലെ ആയിരിക്കണമെന്നില്ല. അത് കണ്ടെത്താൻ നിങ്ങൾ ലോകത്തെ മാറ്റണമെന്നുമില്ല. ഓരോ പ്രഭാതത്തിലും നിങ്ങളെ പുഞ്ചിരിയോടെ ഉണർത്താൻ സഹായിക്കുന്ന ആ ചെറിയ കാരണം കണ്ടെത്തിയാൽ മതി.
അതിനെ ആഘോഷിച്ചുകൊണ്ടുള്ള ജീവിതം തുടങ്ങിയാൽ മതി. എ ഹാപ്പി മാൻ ഈസ് ടു സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രസന്റ് ടു ഡ്വെൽ ടു മച്ച് അബൌട്ട് ദ ഫ്യൂച്ചർ.